അപ്പോൾ പിന്നെ അമ്മയുടെ അസുഖമായി. അപ്പോൾ പിന്നെ എൻ്റെ വിശ്വാസം നേടിയെടുത്തു. കാരണം 5 ലക്ഷം കിട്ടി. അപ്പോൾ പറഞ്ഞു അവരുടെ ഇപ്പോൾ പാർട്ടിയിലാണ്, എനിക്ക് പൈസയ്ക്ക് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് ഒരു സാഹചര്യം കണ്ടോ ജോബി ചേട്ടനെ ഞാൻ പൈസ കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾ എനിക്ക് തരാം. അപ്പോൾ ഞാൻ വീണ്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്തു. പിന്നെ അമ്മയുടെ അസുഖങ്ങളൊക്കെ വന്ന് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും തുറന്നുപോയി. വീണ്ടും അമ്മയുടെ ആവശ്യത്തിന് വേണ്ടി വീണ്ടും എൻ്റെ അടുത്ത് പണം ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഫുൾ ചാറ്റ് ഇപ്പോൾ ഓൾറെഡി ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ 2-3 തവണ വീണ്ടും ഞാൻ സഹായിച്ചു ഇവനെ. കാരണം എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. എനിക്ക് ആ പെയിൻ കണ്ട ഒരു വ്യക്തിയാണ്. കാരണം ഇവൻ്റെ അയച്ചെന്ന വീഡിയോ ആണ് അമ്മയുടെ ബ്ലഡൊക്കെ പൊട്ടി ഒലിക്കുന്നത്. നമുക്കൊരാൾക്കും സഹായം തോന്നുന്നു. 1-2 ദിവസത്തേക്കാണ് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുത്തില്ല. ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയാണല്ലോ, അപ്പോൾ സ്ട്രിക്ട്ലി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും നേതാവല്ലേ ഓരോ ലക്ഷം വെച്ചിട്ട് അങ്ങനെ കൊടുത്ത് ഞങ്ങൾക്ക് ഒന്ന് ഒരു 2 തവണ 2 ലക്ഷം രൂപയോളം മേടിച്ചിട്ടുണ്ട്. അത് അവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഫണ്ടൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്തിൻ്റെ ഒരു 3 ദിവസം വൈകിയാലും ആ ഫണ്ടൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലക്ഷ്മീൻ്റെ ഇതിൽ ഇന്നലെ അവൻ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ അടുത്ത് ലക്ഷ്മിക്ക് വേറെ ആളുടെ അക്കൗണ്ടിലേക്ക് മേടിച്ചു എന്ന്. ജാനുവരി 30-നാണ് ലക്ഷ്മീനെ അബ്യൂസ് ചെയ്തിട്ടുള്ള അവൻ പരാതി കൊടുത്തത്. ഫെബ്രുവരി 17-ാം തീയതി ലക്ഷ്മിക്ക് അയച്ചിട്ടുള്ള മെസ്സേജ് ഉണ്ട്, ഞാൻ നിങ്ങളോട് പൈസ മേടിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാനുണ്ട്, എനിക്ക് 1 മാസത്തെ സമയം തരണം. കാരണം ദാറ്റ് മീൻസ് മാർച്ച് വരെ സമയം തരണം, അതിൽ തന്നു തീർക്കാം. ലക്ഷ്മി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഞാൻ മീഡിയയിലേക്ക് പോകും, ഇനി നിന്നെ പോലത്തെ ഒരു വുമണൈസറായിട്ട് എനിക്ക് സംസാരിക്കേണ്ട എന്ന് പറയുന്ന എൻ്റെ കോൺവെർസേഷൻ ഉണ്ട്. എൻ്റെത് പിന്നെ നീണ്ടുപോയി. പിന്നെയാണ് നമ്മളെ പ്രൊഡ്യൂസർ ജോബി ചേട്ടനയിൽ ഇടപെടുന്നത്. ജോബി ചേട്ടൻ ഓൾമോസ്റ്റ് ഒരു 10-75 ലക്ഷം രൂപ അദ്ദേഹം കൊടുക്കാനുണ്ട്. പക്ഷേ ജോബി ചേട്ടൻ കൊടുത്തിരിക്കുന്നത് ഫിനാൻസ് ആയിട്ടാണ്. ഓക്കെ, അത് എനിക്ക് അറിയും ചെയ്യാം. കാരണം ഞാൻ ഇവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതിൽ ഞാൻ കണ്ടതാണ്. ഇവന് ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി ലോൺ അപ്ലൈ ചെയ്ത് തരുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതിൽ ഇവൻ്റെ ഡോക്യുമെൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ജോബി ചേട്ടൻ്റെ അടുത്ത് പൈസ മേടിച്ച കാര്യം എനിക്ക് അറിയാവുന്നതാണ്. ജോബി ചേട്ടൻ ഞാൻ വിളിച്ചു. അപ്പോൾ ജോബി ചേട്ടൻ എന്നോട് പറഞ്ഞു, മോനെ അവൻ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോവാണ്, അപ്പോൾ നീ ഒന്ന് അവനൊരു സമയം കൊടുക്കും, അങ്ങനെ ഒരു മാർച്ച് 8-ാം തീയതി വരെ നീ വെയിറ്റ് ചെയ്യും, അതിൽ അവൻ പൈസ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ ഏറ്റോ എടാ ഞാൻ ഏറ്റു, അവൻ അത്രയും നല്ലവനാണ്, നിന്നെ അവനെ ഭയങ്കര ഇഷ്ടമാണ്. ജോയിച്ചേട്ടാ ആ പറയുന്നതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി ജോയിച്ചേട്ടാ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ട് മാർച്ച് വരെ നിന്നു. മാർച്ചിലേക്ക് പിന്നെ ഇവൻ വീണ്ടും എൻ്റെ അടുത്ത് ബന്ധം വന്നു കഴിഞ്ഞപ്പം എനിക്ക് ആ സമയത്ത് ഇവന് ഒരു 6 ലക്ഷം രൂപ തന്നു. നോക്കണേ, ഇലക്ഷൻ സമയത്ത് 6 ലക്ഷം രൂപ തന്നു. ജോബി ചേട്ടൻ എന്നോട് പറഞ്ഞില്ല, ആ സമയത്ത് ജോബി ചേട്ടൻ 40 ലക്ഷം രൂപ അവൻ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അവനിക്ക് കാണിക്കുന്നത്. 1 വ്യൂയിലിട്ടൊരു വീഡിയോ ഉണ്ട്, അത് ലക്ഷ്മി ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടേബിളിൽ അദ്ദേഹത്തിൻ്റെ ബൊട്ടിക്ക് വിളിച്ചൊരു ടേബിളിൽ കുറേ പൈസ ടേബിളിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് 1 വ്യൂ അടിച്ചപ്പോൾ ഞാൻ വേറെ ഫോണിൽ അത് വീഡിയോ എടുത്തു വെച്ചു. ഇലക്ഷൻ സമയത്ത് ഇവന് എത്ര പൈസ, ഈ പൈസ എവിടെ നിന്ന് കിട്ടി? പിന്നെ ഞാൻ ഇത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന പോയിന്റ്, ഇവൻ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് എന്നെ ഒരു ഇൻഡയറക്ട്ലി ഭീഷണി എനിക്ക് അവിടെ തന്നു എന്നുള്ളതാണ്. കുണ്ടറയിലേക്ക് വരൂ, BJP ഓഫീസ് കുണ്ടറ ഓഫീസിൽ വന്ന ഈ പൈസ ഞാൻ സെറ്റിൽ ചെയ്യാം. അപ്പോൾ പലപ്പോഴായിട്ട് അപ്പോൾ ഞാൻ എന്തിന് ഞാൻ അവിടെ പാർട്ടി ഓഫീസിലേക്ക് വരണം, അതെൻ്റെ ബന്ധമല്ല ബ്രോ. ഞാനിത് കേന്ദ്രത്തിനെ അറിയിച്ചു, കേന്ദ്രം സംസ്ഥാനത്തിനെ അറിയിച്ചു, സംസ്ഥാനം ജില്ലാ ഘടകത്തിന് അന്വേഷിച്ചു, ജില്ലാ ഘടകം തരും, അതിന് പാർട്ടി ഓഫീസിലേക്ക് പോകാം. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇലക്ഷൻ കഴിയുന്നവരെ ഏതായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇലക്ഷൻ കഴിയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി BJP ഇവിടെ പോയി, ഞങ്ങൾ ഒരുമിച്ച് പോയി കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഫുൾ പ്രൂഫ് കാണിച്ചു കൊടുത്ത സമയത്ത് സുരേഷ് സാറിന് കാര്യം മനസ്സിലായി. സുരേഷ് സാർ അന്ന് തന്നൊരു വാക്ക്, നിങ്ങളിപ്പോൾ ഒരു പരാതി തന്നാൽ ഇവനെ നമുക്ക് വേണമെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം. ഇത് തന്നെയാണ് പറഞ്ഞത്. സുരേഷ് സാർക്ക് നിഷേധിക്കാൻ പറ്റത്തിലുണ്ടാവില്ല, ഇവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം. അതല്ലെങ്കിൽ ഞാൻ അവനെ വിളിച്ചിട്ടൊന്ന് പറയാം, സ്ട്രിക്ട്ലി പറയാം, ഈ പൈസ തരാതെ പാർട്ടിയിൽ നിന്നെ നിലനിർത്തില്ല എന്നുള്ള കർശന ഇത് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ സാർ അത് ചെയ്താൽ നമുക്ക് പൈസ കിട്ടിയാൽ മതി, അവനെ ദ്രോഹിക്കലല്ല നമ്മൾ ഉദ്ദേശം. ഞങ്ങൾ സമാധാനത്തോടു കൂടി ഞങ്ങൾ വരുന്നു. പോയി കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ഇവൻ്റെ കോള് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു, അതുവരെ ഒന്നുമില്ലാത്ത ആൾ എനിക്ക് വീണ്ടും പൈസ തരാൻ സമയം ചോദിക്കുന്നു. 5 ലക്ഷം രൂപ എനിക്ക് തന്നു. ആഫ്റ്റർ ഇലക്ഷൻ എനിക്ക് 5 ലക്ഷം തന്നു. ബാക്കി അപ്പോൾ 45 ലക്ഷം രൂപയെ ടോട്ടൽ തരാണ്ടായിരുന്നു. അതിൽ 40 ലക്ഷം രൂപയായി ബാക്കി. അതിന് ഞാൻ പറഞ്ഞ പേഴ്സണലായിട്ടുള്ള വീഡിയോ, ആ വീഡിയോ ഒക്കെ അവനെ കത്തി വെച്ചു എന്നുള്ള ഒരു വീഡിയോ എടുത്തത് ഹോളിഡേയിലുള്ളതാണ്. കാരണം സുരേഷ് സാറിൻ്റെ മീറ്റിങ്ങിന് ശേഷം പേഴ്സണലി ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ ബൊട്ടീക്കിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു ബൊട്ടീക്കിലേക്ക് ഞാൻ വരില്ല, കാരണം നാളെ വേറെ എന്തെങ്കിലും പെടുത്തിയാലോ വിചാരിച്ചു. ഞാൻ പറഞ്ഞു നീ ഹോളിഡേയിൽ നമ്മൾ പുറമെ അവിടെ ഒരു ക്യാമറ ഉണ്ട്. ഞാൻ പറഞ്ഞു ലക്ഷ്മി നമുക്ക് ഒരു ക്യാമറൻ്റെ താഴെ ഇരിക്കാം, നാളെ ഇതൊരു എവിഡൻസ് ആവും. അപ്പം ക്യാമറൻ്റെ താഴെ ഞങ്ങൾ ഇരുന്നിട്ടാണ് ഇവനായി ഞാൻ സംസാരിക്കുന്ന ഒരു അരമണിക്കൂർ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒരുമിച്ച് എന്നുള്ള വീഡിയോ ഉണ്ട്, ഞാൻ വീഡിയോ വരാം. അതിൽ ഞാൻ അബിലേട്ടന് 45 ലക്ഷം കൊടുക്കാനുണ്ട്, ഞാനിത് മെയ് 15-നുള്ളിൽ ഞാൻ ഈ ഫണ്ട് കൊടുത്തത് ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു. അവൻ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ 5 ലക്ഷം രൂപയും തന്നു. അപ്പോൾ ഞാൻ ട്രസ്റ്റ് വീണ്ടും ബിൽഡ് ചെയ്തു. ആ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് അത് ദൗർഭാഗ്യമായി അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടു. അപ്പോൾ പിന്നെ അമ്മയുടെ അസുഖമായി. അപ്പോൾ പിന്നെ എൻ്റെ വിശ്വാസം നേടിയെടുത്തു. കാരണം 5 ലക്ഷം കിട്ടി. അപ്പോൾ പറഞ്ഞു അവരുടെ ഇപ്പോൾ പാർട്ടിയിലാണ്, എനിക്ക് പൈസയ്ക്ക് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് ഒരു സാഹചര്യം കണ്ടോ ജോബി ചേട്ടനെ ഞാൻ പൈസ കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾ എനിക്ക് തരാം. അപ്പോൾ ഞാൻ വീണ്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്തു. പിന്നെ അമ്മയുടെ അസുഖങ്ങളൊക്കെ വന്ന് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും തുറന്നുപോയി. വീണ്ടും അമ്മയുടെ
ആവശ്യത്തിന് വേണ്ടി വീണ്ടും എൻ്റെ അടുത്ത് പണം ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഫുൾ ചാറ്റ് ഇപ്പോൾ ഓൾറെഡി ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ 2-3 തവണ വീണ്ടും ഞാൻ സഹായിച്ചു ഇവനെ. കാരണം എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. എനിക്ക് ആ പെയിൻ കണ്ടൊരു വ്യക്തിയാണ്. കാരണം ഇവൻ്റെ അയച്ചെന്ന വീഡിയോ ആണ് അമ്മയുടെ ബ്ലഡൊക്കെ പൊട്ടി ഒലിക്കുന്നത്. നമുക്കൊരാൾക്കും സഹായം തോന്നുന്നു. 1-2 ദിവസത്തേക്കാണ് എൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തില്ല. ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയാണല്ലോ, അപ്പോൾ സ്ട്രിക്ട്ലി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും നേതാവല്ലേ, ഓരോ ലക്ഷം വെച്ചിട്ട് അങ്ങനെ കൊടുത്ത് ഞാൻ എനിക്കൊന്ന് ഒരു 2 തവണ 2 ലക്ഷം രൂപയോളം മേടിച്ചിട്ടുണ്ട്. അത് അവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ആ ഫണ്ടൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്തിൻ്റെ ഒരു 3 ദിവസം വൈകിയാലും ആ ഫണ്ടൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ സിസ്റ്റർ തന്നെ റെമിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു എല്ലാം കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തിരിച്ചു തരുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ? അല്ല, ഇന്നലത്തെ പ്രസ് മീറ്റ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇത് പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. ഇന്നിപ്പോൾ ഞാൻ ഇന്ന് മീഡിയ വണ്ണിൽ സംസാരിക്കാനുള്ള പ്രധാന കാരണം, ഇനി കേരളത്തിൽ എനിക്ക് ലീഗലി പോവാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ അവൻ ഇത് സെറ്റിൽ ചെയ്തു എന്ന് ഞാൻ അബിലിനെ സെറ്റിൽ ചെയ്തു എന്ന് പ്രൂവ് ചെയ്യിക്കാം. 40 ലക്ഷം രൂപ ഉണ്ട്, ലക്ഷ്മിയുടെ ഫണ്ട് ഉണ്ട്. ഇത് സെറ്റിൽ ചെയ്തിട്ട് അവൻ നല്ല രീതിയിൽ അവൻ പിരിയാം, ഒരു ഓപ്ഷൻ ഉള്ളത്. രണ്ടാമത് എന്നാൽ പിന്നെ അത് എനിക്ക് ഒരു ഇതില്ല. രണ്ടാമത് ഞാനത് ലീഗലി പോയിട്ട് തന്നെ ഫൈറ്റ് ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ്. മേ ബി ടേക്ക് ടൈം, അത് എത്ര വർഷം എടുക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി കേരളത്തിലെ ഒരാളെയും ഈ സ്കാം നടത്തരുത്. ഈ സ്കാം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ മണി ചെയിനിലൊക്കെ കാണുന്ന അമിത വാഗ്ദാനങ്ങൾ കൊടുത്തുള്ള ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ബ്രോൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ബ്രോ എനിക്ക് 1 ലക്ഷം, ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് 1.25 ലക്ഷം തരാം. നിങ്ങൾ 3 ദിവസം കൊണ്ട് 25,000 രൂപ കടം ചോദിച്ചാൽ വെറുതെ കൊടുക്കത്തില്ല. ആ 25,000 കണ്ടിട്ട് കൊടുത്തു പോകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. വലിയ വലിയ ബ്രാൻഡുകളിരുന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് എനിക്ക് ഭാവിയിൽ യൂസ്. അതുകൊണ്ടാണ് ഇതിൽ പ്രധാന നമ്മൾ കാര്യം എന്ന് പറയുന്നത്, ഇനി റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ അത്രമാത്രം ആ പ്രസ് മീറ്റിൽ ചോദിച്ച മീഡിയേൻ്റെ അടുത്ത് വരെ അവൻ ചോദിക്കുന്ന രീതി, ഒരു ഡോക്ടർ, ഒരു പൊളിറ്റീഷ്യൻ സമൂഹത്തിനെ നേരിടുന്ന ഒരു സ്ത്രീയെ പരാമർശിക്കുന്ന രീതിയിൽ, എൻ്റെ അമ്മയെ, എൻ്റെ ഫാമിലിയെ പരാമർശിക്കുന്ന രീതി ഇനി ഇവൻ ആവർത്തിക്കാൻ പാടില്ല. ഈ സ്കാം നടത്തിയവനെ തീർച്ചയായിട്ടും വെളുത്തുണ്ട്. ഇനി സ്കാം നടത്താൻ കേരളത്തിൽ റോബിൻ രാധാകൃഷ്ണൻ ജോലിയെടുത്ത് ജീവിക്കട്ടെ അവൻ. പക്ഷേ ഇനി കടം മേടിച്ച് സ്കാം എന്നാൽ പൈസ കടം മേടിക്കാം, പക്ഷേ സ്കാം പോലെ നടത്തിയുള്ള സിസ്റ്റം ഇവിടെ ഇനി ഒരാളും പറ്റിക്കപ്പെടരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലേക്ക് ഇന്ന് അവതരിപ്പിച്ചത്. ഇത് ഞാൻ ഒരിക്കലും മീഡിയയിൽ വരുത്ത ഒരു വ്യക്തിയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ പോലും ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇനി വന്നില്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ കാണുന്ന രീതി തന്നെ വ്യത്യാസമായിരിക്കും.